ഇന്ന് വളരെ രസകരമായ ഒരു രാഷ്ട്രീയ സാധ്യത നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. പാറ്റകൾ ആരെ കടിക്കും? പാറ്റകൾ ആരെയും കടിക്കുമോ? ഇതാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോഗം? 1988, 90 കാലഘട്ടങ്ങളിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോവുകയാണ്. അവിടെ നമുക്ക് VP സിംഗ് സർക്കാർ അധികാരത്തിലിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു വർഷമേ ഇരുന്നുള്ളൂ കഷ്ടി VP സിംഗ് അധികാരത്തിലിരുന്നുള്ളൂ. അതെങ്ങനെയുണ്ടായി? കോൺഗ്രസ്സിന് എതിരില്ലാത്ത വിധം കോൺഗ്രസ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം തങ്ങളുടെ വിജയക്കൊടി പാറിച്ചുകൊണ്ടിരുന്ന ഒരു അവസരത്തിലാണ് VP സിംഗ് കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് ശക്തമായ പ്രകടനം ലോകസഭയിൽ നടത്തുന്നത്. പക്ഷേ അന്നും കോൺഗ്രസ് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷേ ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ലായിരുന്നു. BJPയും VP സിംഗും ഇടതുപക്ഷവും അടങ്ങുന്ന കക്ഷികൾക്കായിരുന്നു കോൺഗ്രസിനേക്കാൾ അംഗബലം ലോകസഭയിലുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ BJPയും ഇടതുപക്ഷവും VP സിംഗിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയും അങ്ങനെ കോൺഗ്രസ് ഇതര ഒരു സർക്കാർ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ VP സിംഗ് സർക്കാരിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണ്? മന്ദിർ പൊളിറ്റിക്സും മണ്ഡൽ പൊളിറ്റിക്സും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ലല്ലു പ്രസാദ് യാദവ് അടങ്ങുന്നവർ മണ്ഡൽ പിന്നോക്കക്കാരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ളതായ ഒരവസ്ഥ വന്നു. BJPയുടെ ശ്രീ LK അദ്വാനി അടക്കമുള്ളവർ മന്ദിർ പൊളിറ്റിക്സ് രഥയാത്രയുമായി മുന്നോട്ട് വന്നു. ഇത് തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടാവുകയും VP സിംഗ് സർക്കാർ അല്പായുസായി തീരുകയും ചെയ്തു എന്നുള്ള ചരിത്രമാണ്. പക്ഷേ എന്തുകൊണ്ട് അത് ഇവിടെ പറഞ്ഞു? വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഞാനും വ്യത്യസ്തനൊന്നുമല്ല. പക്ഷേ ഇവിടെയാണ് പറഞ്ഞത് ഞാനൊരു രാഷ്ട്രീയമായ സാധ്യത, പൊളിറ്റിക്കൽ പോസിബിലിറ്റി ഓഫ് ദ റിപ്പറ്റീഷൻ ഓഫ് ദ 1988-89 1988, 89, 90കളിൽ നടന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ഒരു ആവർത്തനത്തിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇത് പാറ്റാകളുടെ രാഷ്ട്രീയത്തിൻ്റെ വിശകലനമല്ല. അതുപോലെ തന്നെ പാറ്റാകൾ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചുള്ളതായ പുകഴ്ത്തലോ ഇകഴ്ത്തലോ അല്ല. പാറ്റാകളുടെ വിമർശനമോ അല്ല എൻ്റെ ഉദ്ദേശം, പുകഴ്ത്തലുമല്ല ഉദ്ദേശം. മറിച്ച് പാറ്റാകൾ ഉയർത്തിവിട്ട ഒരു സന്ദേശമുണ്ട്. അതായത് പുതിയ തലമുറ, യൂത്തും കുട്ടികളും രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. അതാരെ തുണയ്ക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കുട്ടികൾ പോലും രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് പോസ്റ്റിടുന്നു, പ്രതികരിക്കുന്നു എന്നുള്ളതാണ് യൂത്തും. മറ്റൊന്ന്, ഇവരുടെ രാഷ്ട്രീയം, ഈ പുതുതലമുറയുടെ രാഷ്ട്രീയം എന്താണ്? കോൺഗ്രസിൻ്റെയും BJPയുടെയും കേരളത്തിലെ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാര കേന്ദ്രീകൃത രാഷ്ട്രീയമാണ്. അധികാരം പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ പുതുതലമുറയുടെ പ്രശ്നം അധികാരമല്ല. അവരുടെ ജോലി, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ശമ്പളം, ജീവിത നിലവാരമൊക്കെയാണ് പുതിയ തലമുറയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അധികാര കേന്ദ്രീകൃതമായ ഇന്ത്യൻ രാഷ്ട്രീയ കക്ഷികളുടെ പോക്കിനോട് ഇവർക്ക് യാതൊരു യോജിപ്പുമില്ല എന്ന് നമുക്ക് അവരുടെ നിരീക്ഷണങ്ങളും പ്രകടനങ്ങളും കാണുമ്പോൾ, അവരുടെ അഭിപ്രായ പ്രകടനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ 88, 89, 90കളിൽ ഉണ്ടായതുപോലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. തമിഴ്നാട്ടിൽ TVK അധികാരത്തിൽ വന്നു. ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? DMK അല്ലെങ്കിൽ ADMK ചിന്തിച്ചുകൊണ്ടിരുന്ന. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് TVK കയറി വന്നു. ഇനി നമുക്കറിയാം തെലുങ്കാന, ആന്ധ്ര ഇവിടങ്ങളിലെല്ലാം പ്രാദേശിക കക്ഷികളുണ്ട്. നോർത്ത് ഈസ്റ്റിലുണ്ട്. അതുപോലെ മറ്റ് പല സ്റ്റേറ്റുകളിലും, പഞ്ചാബ് അടക്കമുള്ള മറ്റ് പല സ്റ്റേറ്റുകളിലുമുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ അധികാര കേന്ദ്രീകൃതമായ പ്രമുഖ രാഷ്ട്രീയം, BJPയുടെയും കോൺഗ്രസിൻ്റെയും അധികാര കേന്ദ്രീകൃതമായ രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ കേരളത്തിലും കർണാടകയിലും നമ്മൾ കോൺഗ്രസ് നേതാക്കളുടെ പാർട്ടിക്കെതിരെയുള്ള പ്രകടനം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് പാർട്ടിയെ പോലും മറന്നുകൊണ്ട് അധികാരത്തിന് വേണ്ടി അല്പം പോലും ലജ്ജയില്ലാത്ത വിധം തരം താഴുന്നത് നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ കേരളത്തിലും കർണാടകയിലും. ഇതൊക്കെ കുട്ടികളും യൂത്തും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതുപോലെ തന്നെ BJPയുടെ കാര്യവും, BJP എന്താ ചെയ്യുന്നത്? ലോകസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിലൂടെ ഒരു മാറ്റമൊക്കെ കൊണ്ടുവരാമെന്നും അത് അധികാരം പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണെന്നും ഒക്കെ പല രാഷ്ട്രീയ നിരീക്ഷകരും BJPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ലോകസഭാ മണ്ഡലങ്ങൾ കേരളത്തിലും വർദ്ധിപ്പിക്കുന്നു, വടക്കേന്ത്യയിലും വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ കേരളത്തിൽ കുറേ അങ്ങ് വർദ്ധിപ്പിച്ച് കൊടുത്ത് വടക്കേന്ത്യയിലെ മണ്ഡലം കൊണ്ട് തന്നെ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് BJP കാര്യങ്ങൾ വിഭാവനം ചെയ്യുകയാണ് എന്നുള്ള വിമർശനങ്ങൾ ഓൾറെഡി ഉയർന്നു വരുന്നുണ്ട്.
അങ്ങനെ ആ രീതിയിൽ വരുന്നു. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു തരത്തിലുള്ള പ്രീണനം, ഇസ്ലാമിക പ്രീണനം അടക്കം, അതുപോലെ പിന്നോക്കക്കാർ അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ, അതായത് അപരവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അപരവൽക്കരണം, അന്യവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വികസനവും ദേശീയതയുമല്ല. ഇനി BJP ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുമ്പോൾ BJPക്ക് നേരെയുള്ള ആരോപണം എന്താ? മതാധിഷ്ഠിത ദേശീയതയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഈ മതാധിഷ്ഠിത ദേശീയത ഇന്ത്യയിൽ വർക്ക് ചെയ്യില്ല, വിജയിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ആന്തരിക ഘടനയിൽ ബഹുസ്വരതയാണ് ഇന്ത്യക്കുള്ളത്. ഞാൻ സിമ്പിളായൊരു ഉദാഹരണം പറയാം. ഒരു മനുഷ്യൻ മിശ്ര ബുക്കാണെന്ന് കൂട്ടുക, നിർബന്ധിത മിശ്ര ബുക്കാണ്, കിട്ടുന്നതെല്ലാം തനിക്ക് തൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത കിട്ടുന്നതെല്ലാം ഭക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ മേൽ വെജിറ്റേറിയൻ അടിച്ചേൽപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ മനുഷ്യൻ അതിനോട് യോജിക്കുമോ? ചിലപ്പോൾ ജീവനെ പേടിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലർ നിൽക്കും, പക്ഷെ ഭൂരിപക്ഷം പേര് നിൽക്കില്ല. എന്ന് പറഞ്ഞതുപോലെ ആന്തരിക ഘടനയിൽ ഭാരതം കാലാവസ്ഥ കൊണ്ടും സംസ്കാരം കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും വൈവിധ്യമുള്ളതാണ്. അപ്പോൾ ആന്തരിക ഘടനയിൽ വൈവിധ്യമുള്ള ഒരു രാഷ്ട്രത്തെ മതപരമായി ഏകീകരിക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢിത്തരം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിമർശനം നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീണന രാഷ്ട്രീയം കോൺഗ്രസ് നടത്തുന്നു. പക്ഷേ യൂത്തും പുതിയ തലമുറയ്ക്കും ഇതിനോട് യാതൊരു താല്പര്യമില്ല എന്നുള്ളത് പകൽ പോലെ നമുക്ക് നമ്മുടെ മക്കളോട് സംസാരിച്ചാൽ അറിയാം. ദേ ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ദീസ് തിങ്സ്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം യൂത്തിൻ്റെ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളത്, കുട്ടികളുടെ വോട്ട് എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ പിള്ളേരുടെ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ദർ ഇസ് എ പൊളിറ്റിക്കൽ പോസിബിലിറ്റി, ഒരു രാഷ്ട്രീയ സാധ്യതയുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്കും കോൺഗ്രസിനും പുറത്ത് ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകുവാൻ, അതല്ലെങ്കിൽ തൂക്കുമന്ത്രിസഭ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒപ്പം ഇത് നല്ലൊരു സൂചനയും കൂടിയാണ്. കാരണം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുന്ന, ദേശീയതയെ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാവുകയും വിദ്യാഭ്യാസവും വികസനവും ജനക്ഷേമപരമായ കാര്യങ്ങളിലേക്കുമൊക്കെ രാഷ്ട്രീയക്കാരെ നിർബന്ധിച്ച് തുടങ്ങി പുതിയ തലമുറ. അതിൻ്റെ ലക്ഷണമാണല്ലോ RSS തന്നെ പറഞ്ഞു പുതിയ പിള്ളേരെ കേൾക്കണം. കേന്ദ്രമന്ത്രിമാർ പലരും പറഞ്ഞു പുതിയ തലമുറയുടെ ശബ്ദം നമ്മൾ മാനിക്കണം. ശ്രീ രാഹുൽ ഗാന്ധി അതിനായിട്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം അങ്ങ് തുറന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും പുതിയ തലമുറ കൂടെ നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമല്ല. കാരണം പുതിയ തലമുറ കൂടുതൽ ഓപ്പൺ മൈൻഡഡാണ്. അവർക്ക് അജണ്ടകളുള്ളവരല്ല അവർ. നമ്മുടെ ഒരു തലമുറയിൽപ്പെട്ടവരുടെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് അജണ്ടകളുണ്ട്, എന്ത് പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ. പക്ഷെ അവർക്ക് അജണ്ടകളില്ലാത്തൊരു സമൂഹമാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് നല്ല രവീന്ദ്രനാഥ് ടാഗോർ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ പുതിയ തലമുറയിലൂടെ വളർന്നു വരട്ടെ. അത്തരമൊരു രാഷ്ട്രീയം ഇന്ത്യയിൽ, രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്.